എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രദീപ് മുഖത്തല. നല്ലൊരു റിവിഷൻ ക്ലാസ്സുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയൊക്കെ നമ്മൾ നല്ലൊരു റിവിഷൻ കിട്ടിയായിരുന്നു. അതുപോലെ കറക്റ്റ് ചെയ്ത് പഠിക്കുക. ഓരോ ദിവസവും വാശിയോടുകൂടി പഠിക്കണേ. മനസ്സ് മടിക്കാതിരിക്കുക. കുറേ പേർക്ക് പ്രതീക്ഷയോടുകൂടിയുണ്ട്. നമ്മൾ ഇത്രയും എന്തായാലും പഠിച്ച് അല്ലേ? അപ്പം ഒരു ജോലി കിട്ടിയിട്ടേ പിന്മാറാവൂ. നല്ല വേക്കൻസികളുമായിട്ട് വരുന്ന 2 പരീക്ഷകളാണ് നമുക്ക് മുമ്പിലേക്കുള്ള 2 കൂടുതൽ പരീക്ഷകളുണ്ട്. അതായത് ഏറ്റവും കൂടുതൽ പേര് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഗ്രേഡ് പ്രതീക്ഷിക്കുന്നുണ്ട്. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഗ്രേഡ്, സബ് ഇൻസ്പെക്ടർ ഇങ്ങനെയുള്ള പരീക്ഷകളൊക്കെ പ്രതീക്ഷയോടുകൂടി പഠിക്കുകയാണെങ്കിൽ, കറക്റ്റ് ഒരു സിലബസ് കേന്ദ്രീകരിച്ച് റിവിഷൻ നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും കിട്ടുമെന്നേ. ആത്മവിശ്വാസം ഉണ്ടായിരിക്കണേ. എനിക്ക് കിട്ടും. പഠിച്ചുകൊണ്ടിരിക്കും തോറും അങ്ങോട്ട് പോകും തോറും മനസ്സിൽ ഏതെങ്കിലുമൊക്കെ വന്ന പ്രശ്നങ്ങൾ വന്ന് പിന്മാറും. ചിലപ്പം പെൻഡിങ്ങിൽ വരും. അതൊന്നും നോക്കണ്ട. പെൻഡിങ്ങിൽ വരുന്നതൊക്കെ പിടിച്ചു നിർത്താൻ പറ്റത്തില്ലല്ലോ. നമുക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് അതിനനുസരിച്ച് ആ പെൻഡിങ് തീർത്ത് വരണം. അല്ലാതെ എന്റെ എല്ലാം പോയി ഇനി ഞാൻ പഠിച്ചാൽ കിട്ടുമോ എന്ന് ചോദിച്ചാൽ കിട്ടും. തീർച്ചയായിട്ടും പഠിച്ചാൽ കിട്ടിയിരിക്കും. പിന്നെന്തിനാ ആഗ്രഹിച്ച് ഇറങ്ങി തിരിച്ച്? അതേ എനിക്ക് നിങ്ങളോട് ചോദിക്കാം. ആഗ്രഹിച്ച് ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വല്ല പ്രൈവറ്റ് ജോലികളിലൊക്കെ ശ്രമിക്കാൻ വേണ്ടിയാണോ? അല്ലല്ലോ. കുറച്ച് നിങ്ങളെ പോലുള്ളവരല്ലേടെ ഈ ജോലി കയറിയത്. അതൊന്ന് മാത്രം ഒന്ന് ചിന്തിച്ച് അവര് ഒരു സമയത്ത് കിടന്ന് കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ക്രോഡീകരിച്ചു. അതാണ് ഏറ്റവും പ്രധാനം. കൺസിസ്റ്റൻസി എന്ന് പറയുന്ന കാര്യം ഉള്ളവരെല്ലാം വിജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളോട് പറയാം, കറക്റ്റ് പോർഷൻസ് ഒന്ന് കറക്റ്റ് ചെയ്യുക, റിവിഷൻ നടത്തുക, തുടർച്ചയായി പഠിക്കുക, പിന്നെ ആത്മവിശ്വാസവും കൂടെ വെക്കുക. ഇത്രയും മതി. ധൈര്യമായിട്ട് മുന്നോട്ട് പോകും കേട്ടോ. പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ വായിക്കുന്നത് എപ്പോഴും നല്ലതാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും മോക്ക് ടെസ്റ്റുകളും ഒക്കെ ഒന്ന് റിവിഷൻ നടത്തി വെക്കുന്നതും ഇച്ചിരി കറണ്ട് ആയിട്ടുള്ളത് ഇച്ചിരി കൂടുതൽ ശ്രദ്ധിക്കുക. കറണ്ട് അഫേഴ്സ് ഒക്കെ കറക്റ്റ് മന്ത്ലി കറണ്ട് അഫേഴ്സ് കിട്ടുകയാണെങ്കിൽ പല തവണ അത് റിവിഷൻ നടത്തി വെക്കണേ. സെറ്റ് ആവും. ധൈര്യമായിട്ടിരിക്കേ. മനസ്സിൽ വേറെ ഒന്നും ചിന്തിക്കേണ്ട. എന്തായാലും ഞാൻ ഇത്രയൊക്കെ പഠിച്ചു, ഡിഗ്രി പഠിച്ചു, അല്ലെങ്കിൽ PG പഠിച്ചു, B.Ed എടുത്തു എന്നൊക്കെ പറയുന്ന ഓരോരുത്തരില്ലേ, ഒരു ജോലിയിലേക്ക് കയറുമ്പോഴുള്ള സന്തോഷം കണ്ടിട്ടില്ലേ? ഈ ജോലി കിട്ടിയവരോട് ചോദിച്ചാൽ മതി, എത്രയും പെട്ടെന്ന് ജോലി കിട്ടിയല്ലോ എന്നാ അവർ പറയാറുള്ളത്. എത്രയും പെട്ടെന്ന് ഞാൻ ജോലി കിട്ടിയല്ലോ. ഇനി ഓരോ ഓരോ വർഷവും മത്സരം. പക്ഷെ കഴിഞ്ഞ വർഷം പറയും കഴിഞ്ഞ വർഷമായിരുന്നു നല്ല മത്സരമെന്ന്. ഈ വർഷം ഇറങ്ങുമ്പോൾ അതിനേക്കായി മത്സരമാണെന്ന്. ഞാനൊക്കെ പഠിക്കുമ്പോഴും അങ്ങനെയായിരുന്നു. പണ്ടൊന്നും ഇങ്ങനെ മത്സരം ഇല്ലായിരുന്നു, ഇപ്പോഴാണ് മത്സരമെന്ന്. അപ്പോൾ ഞാനൊക്കെ ജോലി കയറുന്ന സമയം നോക്കുമ്പോൾ ഇപ്പോഴത്തെ മത്സരം അതിനപ്പുറമാണ്. അപ്പുറം എന്ന് പറയാൻ പറ്റത്തില്ല. ഇരട്ടിയുടെ അപ്പുറമായിരിക്കും എന്ന് പറഞ്ഞാൽ, കാരണം അന്നൊന്നും വലിയ ബുദ്ധിമുട്ടില്ല എന്ന് ഞാൻ ഉറപ്പ് പറയാം. കാരണം വലിയ കോമ്പറ്റീഷനും ഇല്ല, ആൾക്കാർ വലുതായിട്ട് പഠിക്കുന്നതും ഇല്ല. മെനക്കെട്ട് കുറെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ വർക്ക്ഔട്ട് ചെയ്ത് പോർഷൻ കറക്റ്റ് ചെയ്തപ്പം ജോലി കിട്ടിപ്പോയി. പക്ഷെ ഇപ്പൊ അങ്ങനെയാണോ? അത്യാധുനികമായി സോഷ്യൽ മീഡിയകളൊക്കെ ഇഷ്ടംപോലെ എല്ലാ നോട്ടും അവരുടെ മുമ്പിലേക്ക് കിട്ടുകയാണ്. എല്ലാ നോട്ടും പണ്ടൊക്കെ കറണ്ട് അഫേഴ്സ് ഒക്കെ കിട്ടാൻ എന്ത് പാടായിരുന്നെന്നറിയാമോ? ഈ തൊഴിവാർത്തയെ തൊഴിവീതി അല്ലെങ്കിൽ ഏതെങ്കിലും പത്രത്തിൽ നിന്ന് കുറിച്ച് വെക്കുന്ന അതിൽ നിന്ന് മാത്രമാണ്. ഇപ്പൊ എല്ലാം അന്നേ നിന്നുള്ള കറണ്ട് അഫേഴ്സ് പിറ്റേന്ന് നിങ്ങളുടെ കയ്യിലേക്ക് വരിക, റിവിഷൻ കൊണ്ടുവരികയാണ്. പല മോക്ക് ടെസ്റ്റുകളും ചെയ്യാൻ വേണ്ടി എത്ര ആപ്പുകൾ നിങ്ങൾക്ക് കിട്ടുകയാണ്. ഡിഗ്രി ലെവലിന്റെ നോട്ടുകളായാലും എത്ര എടുത്തെന്നാണ് നിങ്ങൾക്ക് PDF-കളായിട്ട് കിട്ടുന്നത്. ഇതുപോലുള്ളൊക്കെ ഭാഗ്യം നിങ്ങൾക്ക് ചെയ്തു തന്നപ്പം നിങ്ങൾ പഠിക്കേണ്ട കടമ നിങ്ങൾ ചെയ്യുക കേട്ടോ. റിവിഷൻ നല്ലോണം നടത്തുക, ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക, കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കണം. എനിക്ക് അത് മാത്രമേ നിങ്ങളോട് പറയാം. ഇടയ്ക്കൊക്കെ വിട്ടു പോയിട്ടുണ്ടായിരിക്കും, പോട്ടെ, അതെല്ലാം പോട്ടെ. അതൊക്കെ ചിലപ്പം പെൻഡിങ് വന്ന് കാണും. ഇനി അങ്ങോട്ട് ഇറങ്ങിത്തിരിക്കെ യാത്രകളൊക്കെ ഇച്ചിരി കുറയ്ക്കുക, വിനോദങ്ങളും ആഘോഷങ്ങളും ഒക്കെ കുറയ്ക്കുക. സോഷ്യൽ മീഡിയയുടെ ഉപയോഗം ഇച്ചിരി കുറയ്ക്കുക. ഇൻസ്റ്റഗ്രാമോ യൂട്യൂബോ ഒക്കെ ഏത് സമയം കുത്തിയിരിക്കാതെ ഇപ്പോൾ ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അടുത്ത നാളെയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാലോ. അപ്പൊ അതൊന്ന് സെറ്റ് ആക്കണം. ഓക്കെ, നല്ലൊരു റിവിഷൻ വരട്ടെ. നമുക്ക് ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് റിവിഷൻ കൊണ്ടുവരാം. ഡിഗ്രി ലെവലിന്റെ റിവിഷൻ ഞാൻ എന്തായാലും ഡിഗ്രി ലെവൽ ആകുമ്പോൾ കൂടുതലും ബേസ് ലെവൽ റിവിഷനുകളായിരിക്കും നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. ഇന്നത്തെ 5 ടോപ്പിക്കുകൾ കണ്ടോ? പ്രധാന നവോത്ഥാന കൃതികൾ ചിലപ്പോൾ കയറി ചോദിക്കാം. സമുദ്രജല പ്രവാഹങ്ങൾ പൊതുവെ 12th ലെവൽ പരീക്ഷകൾക്കും 10th ലെവൽ പരീക്ഷകൾക്കും കണ്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങളും അങ്ങ് പ്രിലിംസ് അല്ലേ എഴുതാൻ പോകുന്നത്, അതും കൂടെ അങ്ങ് വായിച്ചേരെ. റിസർവ് ബാങ്കിനെ കുറിച്ച് ബേസിക് കാര്യങ്ങൾ, പിന്നെ കായിക ഇനങ്ങൾ, ട്രോഫികൾ, അത് ഞാൻ ഡിഗ്രി ലെവൽ പല പരീക്ഷ ചോദ്യ പേപ്പറിലും കണ്ടിട്ടുണ്ട്. ട്രോഫികൾ, ലോക വിപ്ലവങ്ങൾ വർഷങ്ങൾ മാത്രമാണ്. അത് കണക്ട് ചെയ്ത് ഞാനൊന്ന് പറയാം. കുറച്ച് കൊച്ചു ക്വസ്റ്റ്യൻ ആണ്. ഒരാഴ്ചയിൽ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ അതൊന്ന് മാറ്റി വെച്ചേക്കണേ. നോക്കെ, പ്രധാനപ്പെട്ട കൃതികൾ നമുക്കൊന്ന് നോക്കാടെ. പ്രധാനപ്പെട്ട കൃതികളിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് ഞാൻ കണ്ടിട്ടുള്ളത് ചട്ടമ്പി സ്വാമികളുടെ കൃതികളാണ്. ചട്ടമ്പി സ്വാമികളുടെ കൃതികൾ ചോദിച്ചിട്ടുണ്ട്. അതിന് ചട്ടമ്പി സ്വാമിയെ കുറിച്ച് ആദ്യം ഒന്ന് പറഞ്ഞു തരട്ടെ. ഇദ്ദേഹം ജനിച്ചത് 1853 ഓഗസ്റ്റ് 25-നാണ്. 1853 ഓഗസ്റ്റ് 25. അതുകൊണ്ട് ഓഗസ്റ്റ് 25 ജീവകാരുണ്യ ദിനം. അപ്പം ഏത് നവോത്ഥാന നായകന്റെ ജന്മദിനമാണ് ജീവകാരുണ്യ ദിനം എന്ന് ചോദിക്കാറുണ്ട്. അത് ഓഗസ്റ്റ് 25 ചട്ടമ്പി
ചട്ടമ്പിസ്വാമികളുടെ ജന്മദിനമാണ് ജീവകാരുണ്യ ദിനമായിട്ട് കേരളത്തിൽ ആചരിക്കാറുള്ളത്. എന്നാണ് ജനിച്ചത്? 1853 ഓഗസ്റ്റ് 25 തിരുവനന്തപുരം കൊല്ലൂരിലെ കണ്ണമ്മൂലയിലാണ് ഇദ്ദേഹം ജനിച്ചത്. അപ്പൊ തിരുവനന്തപുരം കൊല്ലൂരിലെ കണ്ണമ്മൂലയിലാണ് ഇദ്ദേഹം ജനിച്ചത്. ഇദ്ദേഹത്തിന്റെ ആദ്യകാല നാമം കുഞ്ഞൻ പിള്ളയെന്നും ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം അയ്യപ്പൻ എന്നുമായിരുന്നു. അപ്പൊ ചട്ടമ്പി സ്വാമികളുടെ ആദ്യകാല നാമം കുഞ്ഞൻ പിള്ളയും യഥാർത്ഥ നാമം അയ്യപ്പൻ. വിശേഷണങ്ങൾ: സർവവിദ്യാധിരാജൻ, ഷൺമുഖദാസൻ, കാഷായം ധരിക്കാത്ത സന്യാസി, കാവിയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി. അപ്പൊ സർവവിദ്യാധിരാജൻ, കാഷായം ധരിക്കാത്ത സന്യാസി, കാവിയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നൊക്കെ അറിയപ്പെടുന്നത് നമ്മുടെ ചട്ടമ്പി സ്വാമികളാണ്. ഈ ചട്ടമ്പി സ്വാമികളെയാണ് സ്വാമി വിവേകാനന്ദൻ ഇങ്ങനൊരു ഡയലോഗ് പറഞ്ഞു. 1892 അദ്ദേഹം കേരളം സന്ദർശിച്ചപ്പം മലബാറിൽ ഞാൻ ഒരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് സ്വാമി വിവേകാനന്ദൻ ആരെ കുറിച്ചാ പറഞ്ഞതെന്ന് ചോദിച്ചിട്ടുണ്ട്. മലബാറിൽ ഞാൻ ഒരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് ചട്ടമ്പി സ്വാമികളെ കുറിച്ചായിരുന്നു. ഓർത്തു വെച്ചിരിക്കണേ. അപ്പം ചട്ടമ്പി സ്വാമികളുടെ പ്രധാന കൃതികൾ തെറ്റിപ്പോരുത്: ആദിഭാഷ, പ്രാചീന മലയാളം, മോക്ഷപ്രദീപ ഖണ്ഡനം, വേദാധികാര നിരൂപണം, നിജാനന്ദ വിലാസം, അദ്വൈത ചിന്താ പദ്ധതി, അദ്വൈത പഞ്ചരം. ഇതൊക്കെയാണ് ഏറ്റവും ആദ്യത്തെ 4 എപ്പോഴും ചോദിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ കൃതി ഏതാണെന്നറിയാമോ? പ്രാചീന മലയാളമാണ് കേട്ടോ. ചട്ടമ്പി സ്വാമികളുടെ ഏറ്റവും വലിയ കൃതി ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്: പ്രാചീന മലയാളം. അപ്പം ആദിഭാഷ, പ്രാചീന മലയാളം, മോക്ഷപ്രദീപ ഖണ്ഡനം, വേദാധികാര നിരൂപണം, നിജാനന്ദ വിലാസം, അദ്വൈത ചിന്താ പദ്ധതി, അദ്വൈത പഞ്ചരം. ഇതൊക്കെ ആരുടെയാണ്? ചട്ടമ്പി സ്വാമികളുടെ പ്രധാന കൃതികളാണ്. ഓർത്തു വെച്ചിരിക്കണം. എവിടെ ജനിച്ചത്? കൊല്ലൂരിലെ കണ്ണമ്മൂല. കണ്ണമ്മൂലയിൽ എന്തുവാടെ? നല്ലൊരു ചോദ്യം. കണ്ണമ്മൂല അതായത് നമ്മുടെ വേലിത്തമ്പി ദളവയില്ലേ, വേലിത്തമ്പി ദളവയെ ബ്രിട്ടീഷുകാർ കൊണ്ടുപോയി തൂക്കിലേറ്റിയത് എവിടെ വെച്ച്? വേലിത്തമ്പി ദളവ ആത്മഹത്യ ചെയ്തത് എവിടാന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം. എവിടെയാണ് ആത്മഹത്യ ചെയ്തത്? ആത്മഹത്യ ചെയ്തത് പത്തനംതിട്ട ജില്ലയിലെ മണ്ണടിയിലാണ് ഇദ്ദേഹം ആത്മഹത്യ ചെയ്തത്, അല്ലെ? പക്ഷെ വേലിത്തമ്പി ദളവയെ തൂക്കിലേറ്റിയത് എവിടെയെന്ന് ചോദിച്ചാൽ കണ്ണമ്മൂലയിൽ വെച്ചാണ്, അല്ലെ? വേലിത്തമ്പി ദളവയുടെ കുണ്ടറ വിളംബരം ഏത് വർഷം? 1809 ജനുവരി 11. 1809 ജനുവരി 11 കുണ്ടറ വിളംബരം നടത്തിയത്. ആരാ? വേലിത്തമ്പി ദളവ. കുണ്ടറ വിളംബരം കൊല്ലം ജില്ലയിലെ ഇളമ്പള്ളൂർ ക്ഷേത്രത്തിലാണ്. വേലായുധൻ ചെമ്പകരാമൻ തമ്പി എന്നാണ് വേലിത്തമ്പിയുടെ യഥാർത്ഥ നാമം. വേലായുധൻ ചെമ്പകരാമൻ തമ്പി എന്നാണ്. അവിട്ടം തിരുനാളിന്റെ കാലത്തെ ദിവാനായിരുന്നു വേലിത്തമ്പി ദളവ കേട്ടോ. അവിട്ടം തിരുനാളിന്റെ കാലത്തെ ദിവാനായിരുന്നു ആരാ? വേലിത്തമ്പി ദളവ. അടുത്ത രണ്ടാമത്തെ നോക്കാം. ശ്രീനാരായണ ഗുരുവിന്റെ കൃതികൾ ഒന്ന് പഠിക്കാണ്. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്, ദർശനമാല, ദൈവദശകം, ആത്മോപദേശ ശതകം, ജാതി മീമാംസ, കാളി നാടകം, നവമഞ്ചരി. ഇതൊക്കെ ആരുടെയാണ്? ശ്രീനാരായണ ഗുരുവിന്റെ കൃതികളാണ്. ഏതൊക്കെയാണ്? ഇതിൽ ആദ്യത്തെ കൃതിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. എന്താ? ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യത്തെ കൃതിയുടെ പേര് ചോദിക്കും. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യത്തെ കൃതിയുടെ പേരെന്താണ്? ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ടാണ്. അതിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചു കണ്ടിട്ടുള്ളത് ആത്മോപദേശ ശതകം ചോദിക്കും. അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നു എന്ന് തുടങ്ങുന്ന വരി ശ്രീനാരായണ ഗുരുവിന്റെ ഏത് കൃതിയിലേന്ന് ചോദിച്ചിട്ടുണ്ട്. അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നു എന്ന് തുടങ്ങുന്ന വരി ശ്രീനാരായണ ഗുരുവിന്റെ ഏത് കൃതിയിലാണ്? ആത്മോപദേശ ശതകം. ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന വരി ശ്രീനാരായണ ഗുരുവിന്റെ അത് ജാതി മീമാംസ എന്ന് പറയുന്ന കൃതിയിലാണ്. പിന്നെ ദൈവദശകം നമ്മൾ കേട്ടിട്ടുണ്ട്. ശ്രീനാരായണ ഗുരു ഈ ഈഴവരുടെ കല്യാണ സമയത്ത് നമ്മൾ ചെല്ലുമ്പോൾ ആദ്യം നല്ലൊരു പാട്ട് നമ്മൾ കേൾക്കാറില്ലേ? അത് ഈ ദൈവദശകത്തിലെ വരികളാണെന്ന് പറയാറുണ്ട് കേട്ടോ. അപ്പം ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യത്തെ കൃതിയുടെ പേരാ. നമുക്കൊരു ഗജേന്ദ്രമോക്ഷം ചുമർചിത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചിട്ടില്ലേ? ഗജേന്ദ്രമോക്ഷം ചുമർചിത്രം എവിടാ? അത് നമ്മുടെ കായംകുളം കൃഷ്ണപുരം കൊട്ടാരത്തിലാണ്. അപ്പം ഗജേന്ദ്രമോക്ഷം ചുമർചിത്രം സ്ഥിതി ചെയ്യുന്നത് കായംകുളം കൃഷ്ണപുരം കൊട്ടാരത്തിലാണ്. ഓർത്തു വെച്ചിരിക്കണേ. ആരാ കൃഷ്ണപുരം കൊട്ടാരം പണി കഴിപ്പിച്ചത്? മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മയാണ് കായംകുളം കൃഷ്ണപുരം കൊട്ടാരം പണി കഴിപ്പിച്ചത് കേട്ടോ. മാർത്താണ്ഡവർമ്മയുടെ യഥാർത്ഥ നാമമാണ് അനിഴം തിരുനാൾ. അനിഴം തിരുനാൾ. തിരുവിതാംകൂറിന്റെ അശോകൻ എന്ന് വിളിക്കുന്നത് മാർത്താണ്ഡവർമ്മയാണ്. നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന് സ്വയം വിശേഷിപ്പിച്ചതും മാർത്താണ്ഡവർമ്മയാണ്. മാർത്താണ്ഡവർമ്മയിലൂടെ തൃപ്പടിദാനം നടത്തിയത് 1750 ജനുവരി 3. 1750 ജനുവരി 3 ആദ്യമായിട്ട് തൃപ്പടിദാനം നടത്തിയത് മാർത്താണ്ഡവർമ്മ.
മാർത്താണ്ഡവർമ്മ. മുറജപം, ഭദ്രദീപം എന്നീ ആചാരങ്ങളൊക്കെ കൊണ്ടുവന്നത് മാർത്താണ്ഡവർമ്മയാണ്. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ നടന്ന യുദ്ധമല്ലേ കുളച്ചൽ യുദ്ധം, 1741. 1741 ഓഗസ്റ്റ് 10-നാണ് കുളച്ചൽ യുദ്ധം നടന്നത്. വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്ന ദിലനോയിയാണ് ഔട്ടാക്കുന്നത് മാർത്താണ്ഡവർമ്മ. അങ്ങനെ ഇന്ത്യയിൽ നിന്ന് തന്നെ ആദ്യമായി ഡച്ചുകാരെ പുറത്താക്കിയ യുദ്ധം ഏത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഏതാ പറയേണ്ടത്? കുളച്ചൽ യുദ്ധം. ഏത് വർഷമാണ് കുളച്ചൽ യുദ്ധം? 1741 കുളച്ചൽ യുദ്ധം നടന്നത്. ഓർത്തു വെച്ചിരിക്കണേ. അപ്പം ശ്രീനാരായണ ഗുരുവിന്റെ ഗജേന്ദ്രമോക്ഷം, വഞ്ചിപ്പാട്ട്, ദർശനമാല, ദൈവദശകം, ആത്മോപദേശ ശതകം, ജാതി മീമാംസ, കാളി നാടകം, നവമഞ്ജരി, ഇതൊക്കെ. അടുത്ത ബ്രഹ്മാനന്ദ ശിവയോഗി കണ്ടോ, മോക്ഷപ്രദീപം. നമ്മൾ നേരത്തെ ഒരു മോക്ഷപ്രദീപ ഖണ്ഡനം പഠിച്ചു വെച്ചിട്ടുണ്ട്. ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് മോക്ഷപ്രദീപ ഖണ്ഡനം. മോക്ഷപ്രദീപം എന്ന് പറയുന്നത് ആരുടെയാ? നമ്മുടെ ബ്രഹ്മാനന്ദ ശിവയോഗി. ആനന്ദകുമ്മി, ശിവയോഗ രഹസ്യം, ശ്രീവിദ്യാഭൂഷിണി, ഇതൊക്കെ അദ്ദേഹത്തിന്റെ കൃതികളും മാസികകളുമാണ് കേട്ടോ. ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് മനസ്സാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകൻ ആരെന്ന് വെച്ചിട്ടുണ്ട്. മനസ്സാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകൻ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ 1918 നമ്മുടെ ആനന്ദ മഹാസഭ സ്ഥാപിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. അപ്പൊ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ സംഘടന ഏതാണ്? 1918 ആനന്ദ മഹാസഭ. ഓർത്തു വെച്ചിരിക്കണേ. അടുത്തത് വൈകുണ്ഠ സ്വാമിയുടെയും കൃതികൾ ചോദിക്കാം. അഖിലത്തിരുട്ട് അമ്മാനെയും അരുൾ നൂല് എന്ന് പറയുന്ന 2 പ്രശസ്ത കൃതികളാണ് വൈകുണ്ഠ സ്വാമികളുടെ, അല്ലെ? വൈകുണ്ഠ സ്വാമികളെ നിങ്ങൾക്ക് അറിയാം. എന്താ? ഈ 1859 ചാനാർലകളെ പിന്തുണച്ച നവോത്ഥാന നായകനായിരുന്നു വെച്ചിട്ടില്ലേ? 1859 ചാനാർലകളെ നടന്ന ഇതിനെ പിന്തുണച്ച നവോത്ഥാന നായകൻ വൈകുണ്ഠ സ്വാമികളാണ്. വൈകുണ്ഠ സ്വാമികളുടെ പ്രസ്ഥാനമാണ് കേരളത്തിലെ ആദ്യത്തെ നവോത്ഥാന പ്രസ്ഥാനം എന്ന് വിളിക്കുന്ന സമത്വ സമാജം. 1836 സമത്വ സമാജം സ്ഥാപിച്ചത് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. 1836 സമത്വ സമാജം. കേരള നവോത്ഥാനത്തിന്റെ വഴികാട്ടി എന്ന് വിളിക്കുന്നത് വൈകുണ്ഠ സ്വാമികളെ. കേരള നവോത്ഥാനത്തിന്റെ വഴികാട്ടി. നിഴൽത്താങ്കൽ എന്ന ആരാധനാലയം, മുന്തിരിക്കിണർ, ഇതൊക്കെ കൊണ്ടുവന്നത് വൈകുണ്ഠ സ്വാമികളാണ്. വൈകുണ്ഠ സ്വാമികളല്ലേ തിരുവിതാംകൂറിന്റെ ഭരണത്തെ കറുത്ത നീചന്റെ ഭരണമെന്നും ബ്രിട്ടീഷ് ഭരണത്തെ വെള്ള നീചന്റെ ഭരണമെന്നും വെളുത്ത പിശാചിന്റെ ഭരണമെന്നും ഒക്കെ വിളിച്ചത് നമ്മുടെ വൈകുണ്ഠ സ്വാമികളാണ്. അപ്പൊ വൈകുണ്ഠ സ്വാമികളുടെ പ്രസ്ഥാനം ഏതാണ്? 1836. മുടിചൂടും പെരുമാൾ എന്നറിയപ്പെടുന്നത് ഇദ്ദേഹമാണ്. സമത്വ സമാജം സ്ഥാപിച്ചത് 1836. അഖിലത്തിരുട്ട് അമ്മാനെയും അരുൾ നൂലും അദ്ദേഹത്തിന്റെ കൃതിയാണ്. വാഗ്ഭടാനന്ദന്റെ കൃതികൾ ഏതൊക്കെയാണ്? ആത്മവിദ്യ, പ്രാർത്ഥനാ മഞ്ജരി, അഭിനവ കേരളം മാസികയാണ് അത്. ആത്മവിദ്യ, കാഹളം മാസിക, യജമാനൻ എന്ന മാസിക, ഇതൊക്കെ ആരുടെയാണ്? യജമാനനൊക്കെ ചോദിച്ചിട്ടുണ്ട്. യജമാനനും വേലക്കാരനും തിരിഞ്ഞുപോരുത്. വേലക്കാരൻ എന്ന മാസിക പത്രമായിട്ട് വരുന്നത് സഹോദരൻ അയ്യപ്പന്റെയും, യജമാനൻ എന്ന മാസിക വരുന്നത് വാഗ്ഭടാനന്ദന്റെയാണ് കേട്ടോ. അപ്പോൾ വാഗ്ഭടാനന്ദന്റെ പ്രധാനപ്പെട്ട കൃതികൾ ആത്മവിദ്യ, പ്രാർത്ഥനാ മഞ്ജരി, അഭിനവ കേരളം, ആത്മവിദ്യ കാഹളം, അതൊക്കെ മാസികയാണ് യജമാനൻ. വാഗ്ഭടാനന്ദന്റെ സംഘടനയിലൂടെ ഏതാ? ആത്മവിദ്യാ സംഘം, അല്ലെ? 1917 ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആരാണ്? വാഗ്ഭടാനന്ദൻ. എവിടാ ജനിച്ചത്? കണ്ണൂരിലെ പാട്യം ഗ്രാമത്തിൽ. കണ്ണൂരിലെ പാട്യം ഗ്രാമത്തിലാണ് വാഗ്ഭടാനന്ദൻ ജനിച്ചത്. കാവി ഉപേക്ഷിച്ച് കതറണിഞ്ഞ നവോത്ഥാന നായകനാരെന്ന് വെച്ചിട്ടുണ്ട്. കാവി ഉപേക്ഷിച്ച് കതറണിഞ്ഞ നവോത്ഥാന നായകൻ വാഗ്ഭടാനന്ദനാണ്. ഈ വാഗ്ഭടാനന്ദന്റെ ആദ്യകാല നാമമാണ് കുഞ്ഞിക്കണ്ണൻ. കുഞ്ഞിക്കണ്ണൻ എന്നറിയപ്പെടുന്നത് വാഗ്ഭടാനന്ദനാണ്. കുഞ്ഞിക്കണ്ണൻ എന്നറിയപ്പെടുന്നത്. വാഗ്ഭടാനന്ദന് പേര് കൊടുത്തത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് കേട്ടോ. ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത നവോത്ഥാന നായകനും വാഗ്ഭടാനന്ദനാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത നവോത്ഥാന നായകനാരാണ്? വാഗ്ഭടാനന്ദൻ. സംഘടനയുടെ പേരെന്താ? ആത്മവിദ്യാ സംഘം. ഏത് വർഷം? 1917 ആത്മവിദ്യാ സംഘം വരുന്നത്. പണ്ഡിറ്റ് കറുപ്പനെ കുറിച്ച് ഏതൊക്കെയാ? ജാതിക്കുമ്മി, ശാകുന്തളം വഞ്ചിപ്പാട്ട്, ഉദ്യാന വിരുന്ന്, സ്വോത്രമന്ദാരം, സംഗീത നൗഷാദം, കാളിയമർദ്ദനം, ഇതൊക്കെ. അപ്പൊ ജാതിക്കുമ്മി, ശാകുന്തളം വഞ്ചിപ്പാട്ട്, ഉദ്യാന വിരുന്ന്, സ്വോത്രമന്ദാരം, ഇതൊക്കെ ആരുടെ? പണ്ഡിറ്റ് കറുപ്പന്റെ. ജാതിക്കുമ്മിയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാന കൃതി. അവശ്യ സമുദായങ്ങളുടെ മാഗ്നാ കാർട്ട എന്നറിയപ്പെടുന്ന കൃതി ഏതെന്ന് ചോദിച്ചിട്ടില്ലേ? അവശ്യ സമുദായങ്ങളുടെ മാഗ്നാ കാർട്ട എന്നറിയപ്പെടുന്ന കൃതി ജാതിക്കുമ്മിയാണ്. ഉദ്യാന വിരുന്ന്, സ്വോത്രമന്ദാരം
ഒക്കെ പണ്ഡിറ്റ് കറുപ്പന്റെ. പണ്ഡിറ്റ് കറുപ്പനല്ലയുടെ കൊടുങ്ങല്ലൂർ കല്യാണദായിനി സഭ സ്ഥാപിച്ചത് 1912 കല്യാണദായിനി സഭ സ്ഥാപിച്ചത് ആരാടെ? പണ്ഡിറ്റ് കറുപ്പന. 1907 അരേ സമാജം സ്ഥാപിച്ചതും പണ്ഡിറ്റ് കറുപ്പനല്ലേ? ആണ്. 1907 അരേ സമാജം സ്ഥാപിച്ചതും പണ്ഡിറ്റ് കറുപ്പൻ. 1913 കായൽ സമ്മേളനം വിളിച്ചു കൂട്ടിയതും പണ്ഡിറ്റ് കറുപ്പനല്ലേ? കായൽ സമ്മേളനം വിളിച്ച നവോത്ഥാന നായകനാരെന്ന് വെച്ചിട്ടുണ്ട്. കൊച്ചി കായലിലാണ് കായൽ സമ്മേളനം വിളിച്ചു കൂട്ടിയത്. കായൽ സമ്മേളനം വിളിച്ചു കൂട്ടിയത് പണ്ഡിറ്റ് കറുപ്പനാണ്. കൊടുങ്ങല്ലൂർ കല്യാണദായിനി സഭ സ്ഥാപിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണ്. 1907 അരേ സമാജം സ്ഥാപിച്ചത് പണ്ഡിറ്റ് കറുപ്പൻ. എവിടാ ജനിച്ചത്? എറണാകുളം ജില്ലയിലെ ചേരാനല്ലൂർ അല്ലെ, ചേറായി അല്ല, എറണാകുളം ജില്ലയിലെ ചേരാനല്ലൂരാണ് പണ്ഡിറ്റ് കറുപ്പൻ ജനിച്ചത്. പ്രധാന കൃതി ഏതാണ്? ജാതിക്കുമ്മി. എന്താ വിശേഷണം? കേരളത്തിന്റെ ലിങ്കൺ എന്ന് വിളിക്കുന്നു. കേരളത്തിന്റെ എബ്രഹാം ലിങ്കൺ എന്നറിയപ്പെടുന്നത് ആരെയാണ്? പണ്ഡിറ്റ് കറുപ്പനാണ് കേരളത്തിന്റെ എബ്രഹാം ലിങ്കൺ എന്നറിയപ്പെടുന്നത്. അത് കൃതികളെന്ന് ഓർത്തു വെച്ചിരിക്കണേ. അടുത്ത നോക്കെ, VT ഭട്ടതിരിപ്പാട് നവോത്ഥാന നായകനാണല്ലോ. കണ്ണീരും കിനാവുമാണ് അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര്. അപ്പൊ അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര് കണ്ണീരും കിനാവുമാണ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് പ്രശസ്ത നാടകമാണ്. പിന്നെ രജനീരംഗം അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഒരു നാടകമായിട്ട് രജനീരംഗം. കർമ്മവിഭാഗം ആത്മകഥാപരമായ ഒരു ബുക്കാണ്. സത്യം എന്നത് ഇവിടെ മനുഷ്യനാകുന്നു. വിശക്കാത്ത ദൈവവും വിശക്കുന്ന മനുഷ്യനും എന്ന കൃതിയൊക്കെ, വിശക്കാത്ത ദൈവവും വിശക്കുന്ന മനുഷ്യരും എന്ന കൃതിയൊക്കെ VT ഭട്ടതിരിപ്പാടിന്റെ. അപ്പം VT ഭട്ടതിരിപ്പാടിന്റെ ആത്മകഥയുടെ പേരെന്താണ്? ആത്മകഥയുടെ പേര് കണ്ണീരും കിനാവ്. പൊതുവെ ഇദ്ദേഹമാണ് 1908 യോഗക്ഷേമ സഭ സ്ഥാപിച്ചത് ആര് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയാറുള്ളത്. ഏറ്റവും പ്രധാനം ഇതിന്റെ പ്രസിഡന്റ് ആയിട്ട് നിൽക്കുന്നത് ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാടാണ്. അപ്പൊ യോഗക്ഷേമ സഭയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാട് അല്ലെ. ഉണ്ണി നമ്പൂതിരി, മംഗളോദയം, ഇതൊക്കെ മാസികയാണ്, ഇവരുടെ മാസികയുടെ പേരാണ്. അപ്പോൾ VT ഭട്ടതിരിപ്പാടിന്റെ കണ്ണീരും കിനാവുമാണ് ആത്മകഥ. VT ഭട്ടതിരിപ്പാടിന്റെ യാത്രയിലൂടെ യാചനായാത്ര 1931 യാചനായാത്ര തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെയല്ലായിരുന്നോ യാചനായാത്ര നടത്തിയതും ആരുടെ? VT ഭട്ടതിരിപ്പാടാണ്. ഓർത്തു വെച്ചിരിക്കണേ, അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. AKGയുടെ നോക്കാം. AKGയുടെ ആത്മകഥ എപ്പോഴും ചോദിക്കുന്നത്. AKGയുടെ ആത്മകഥയുടെ പേര് മൈ ലൈഫ് സ്റ്റോറി എന്നതാണ്. എന്റെ ജീവിതകഥ AKGയുടെ ആത്മകഥയാണ്. കൊടുങ്കാറ്റിന്റെ മാറ്റൊലി, ഞാനൊരു പുതിയ ലോകം കണ്ടു, എന്റെ പൂർവകാല സ്മരണകൾ. കൊടുങ്കാറ്റിന്റെ മാറ്റൊലി, ഞാനൊരു പുതിയ ലോകം കണ്ടു, എന്റെ പൂർവകാല സ്മരണകൾ. ഇതൊക്കെ AKGയുടെ. AKG ഏറ്റവും കൂടുതൽ നമ്മൾ പഠിക്കുന്നത് വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഏതാണ്? നമ്മുടെ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരാ? 1931 നടന്ന ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ AKG ആണ്. പിന്നെ ആർട്ടിക്കിൾ 22 എന്താണ് പറയുന്നത്? ആർട്ടിക്കിൾ 22 കരുതൽ തടങ്കൽ അല്ലേ? കരുതൽ തടങ്കൽ പ്രകാരം ആദ്യമായി അറസ്റ്റ് ചെയ്തത് ആരെയാ? AKG ആണ്. ഇന്ത്യൻ കോഫി ഹൗസിന്റെ ശില്പി AKG ആണ്. ഇന്ത്യൻ കോഫി ഹൗസിന്റെ ശില്പി ആരാ? AKG. ലോകസഭയിലെ ആദ്യ പ്രതിപക്ഷ നേതാവ് AKG. ലോകസഭയിലെ ആദ്യ പ്രതിപക്ഷ നേതാവ്, ഇന്ത്യൻ കോഫി ഹൗസിന്റെ ശില്പി, ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ. അതുപോലെ ആർട്ടിക്കിൾ 22 കരുതൽ തടങ്കൽ പ്രകാരം ആദ്യമായി അറസ്റ്റ് ചെയ്തത് ആരെയാണ്? AK ഗോപാലനെയാണ്. ഓർത്തു വെക്കണേ. ആത്മകഥയുടെ പേരെന്താണ്? എന്റെ ജീവിതകഥ. ഇദ്ദേഹമല്ലേ ഇവിടെ പട്ടിണി ജാഥ നയിച്ചത്? 1936 കണ്ണൂർ മുതൽ മദ്രാസ് വരെ അല്ലെ. 1936 കണ്ണൂർ മുതൽ മദ്രാസ് വരെ പട്ടിണി ജാഥ നയിച്ചത് ആരാണ്? AK ഗോപാലനാണ് പട്ടിണി ജാഥ നയിച്ചത്. കണ്ണൂർ മുതൽ യാചനായാത്ര തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെ VT ഭട്ടതിരിപ്പാട്. പട്ടിണി ജാഥ 36 കണ്ണൂർ മുതൽ മദ്രാസ് വരെ. ഓർത്തു വെച്ചിരിക്കുക. മലബാറിലെ ശോചനീയാവസ്ഥ മദ്രാസ് ഗവൺമെന്റിനെ അറിയിക്കാൻ പോയതാണ് AKG. അപ്പൊ ഓർത്തു വെക്കുക. കരുതൽ തടങ്കൽ ഏതാണ്? ആർട്ടിക്കിൾ 22 ആണ് കരുതൽ തടങ്കൽ. 23 എന്താ? ആർട്ടിക്കിൾ 23 മനുഷ്യക്കടത്ത്, അടിമത്തം, ഇതൊക്കെ ആർട്ടിക്കിൾ 23. ആർട്ടിക്കിൾ 24 ബാലവേല. 25 മുതൽ 28 വരെയാണ് മതവുമായി ബന്ധപ്പെട്ടത്. 25 മുതൽ 28. 29 30 സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശമാണ്. 29 30 എന്ന് പറയുന്നത്. 32 ഭരണഘടന പ്രതിവിധിക്കുള്ളത് ആണ്. 32 ഭരണഘടന പ്രതിവിധിക്കുള്ള അവകാശം. ആർട്ടിക്കിൾ 14 എന്താ? നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്. ആർട്ടിക്കിൾ 14. 15 ജാതി, മതം, ലിംഗത്തിന്റെ പേരിൽ ആരെയും വേർതിരിക്കരുതെന്ന് പറയുന്നത് 15. 16 ഉദ്യോഗങ്ങളിൽ അവസര സമത്വം പറയുന്നത്. ഉദ്യോഗങ്ങളിൽ അവസര സമത്വം ആർട്ടിക്കിൾ 16. 17 അയിത്തം, തൊട്ടുകൂടായ്മ, അസ്പൃശ്യത എന്നൊക്കെ പറയുന്നത് 17. 18 അതാണ് ബഹുമതികൾ നിർത്തലാക്കൽ. 19 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് പറയുന്നത്. 19. 20 ഒരു കുറ്റത്തിൽ ഒന്നിൽ കൂടുതൽ തവണ ശിക്ഷിക്കാൻ പാടില്ല
പാടില്ല. കുറ്റങ്ങളെ കുറിച്ച് പറയുന്നത് 20. 21 ജീവനും വ്യക്തി സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടത്. 21A എന്താണ്? പ്രാഥമിക വിദ്യാഭ്യാസം മൗലികാവകാശമാക്കിയത്. അപ്പം മൗലികാവകാശങ്ങളെല്ലാം അങ്ങ് പഠിച്ചേ അല്ല, ഞാൻ റിവിഷൻ നടത്തിയേ. നിങ്ങളതങ്ങ് പഠിച്ച് സെറ്റാക്കി വെച്ചേക്കണേ. അപ്പൊ AKGയുടെ ആത്മകഥയുടെ പേരെന്താണ്? എന്റെ ജീവിത കഥയാണ്. ഓക്കെ, ഇത്രയാണ് ഏറ്റവും പ്രധാനപ്പെട്ട നവോത്ഥാന നായകരുടെ ഒന്ന് എഴുതി വെച്ചിരിക്കുന്നത്. ഒന്ന് പഠിച്ചു വെച്ചിരിക്കണേ. അടുത്തത് സമുദ്രജല പ്രവാഹങ്ങൾ നോക്കാടെ. പസഫിക് സമുദ്രത്തിലെ സമുദ്രജല പ്രവാഹം. ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രം ഏതാണ്? പസഫിക് സമുദ്രം. ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രം. പസഫിക് സമുദ്രത്തിന്റെ മറ്റൊരു പേരല്ലേ ശാന്ത സമുദ്രം എന്ന് പറയുന്നത്? പസഫിക് സമുദ്രത്തിന്റെ മറ്റൊരു പേരാണ് ശാന്ത സമുദ്രം അല്ലെ. ചലഞ്ചർ ഗർത്തം ഒക്കെ അവിടെ അല്ലേ നമ്മൾ പഠിച്ചിട്ടില്ലേ? ഭൂമിയിലെ തന്നെ ഏറ്റവും ആഴം കൂടിയ ഭാഗമായ ചലഞ്ചർ ഗർത്തം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പസഫിക് സമുദ്രത്തിലാണ്. റിംഗ് ഓഫ് ഫയർ സ്ഥിതി ചെയ്യുന്നത് പസഫിക് സമുദ്രത്തിലല്ലേ? ആണ്. റിംഗ് ഓഫ് ഫയർ സ്ഥിതി ചെയ്യുന്നത് പസഫിക് സമുദ്രം. പസഫിക് സമുദ്രത്തിന്റെ ആകൃതി ത്രികോണാകൃതിയാണ് പസഫിക് സമുദ്രത്തിന്റെ ആകൃതി ചോദിച്ചിട്ടുണ്ട്. ഈസ്റ്റർ ദ്വീപ്, ഹവായി ദ്വീപ്, ഇതൊക്കെ പസഫിക് സമുദ്രത്തിലാണ്. അപ്പം ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രമാണ് പസഫിക് സമുദ്രം. മറ്റൊരു പേര് ശാന്ത സമുദ്രമാണ്. പസഫിക് സമുദ്രത്തിന് ആ പേര് കൊടുത്തത് മെക്കല്ലൻ എന്നതാണ്. റിംഗ് ഓഫ് ഫയർ സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ പസഫിക് സമുദ്രം. ഭൂമിയിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗമായ ചലഞ്ചർ ഗർത്തം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാലും പസഫിക് സമുദ്രത്തിലാണ്. പസഫിക് സമുദ്രത്തിലാണ് റിംഗ് ഓഫ് ഫയർ ഒക്കെ സ്ഥിതി ചെയ്യുന്നത്. അപ്പം പസഫിക് സമുദ്രത്തിൽ കുറെ സമുദ്രജല പ്രവാഹങ്ങളും ഉഷ്ണജല പ്രവാഹങ്ങളും ഉണ്ട്. അതിൽ പസഫിക് സമുദ്രത്തിലെ ഉഷ്ണജല പ്രവാഹങ്ങൾ ഒന്ന് കുറേഷ്യോ പ്രവാഹം, അലാസ്കൻ പ്രവാഹം, ഉത്തര പസഫിക് പ്രവാഹം. ഇത് മൂന്നും ഉഷ്ണജല പ്രവാഹത്തിന് പറയാം. ഇനി അതിലെ ശീതജല പ്രവാഹം ഏതെന്ന് വെച്ചാൽ ഒയേഷ്യോ, കാലിഫോർണിയ, ഹംബോൾട്ട് ഒക്കെ ഇടയ്ക്കും ചോദിച്ചു കേട്ടോ. ഹംബോൾട്ട് പ്രവാഹവും കാലിഫോർണിയ പ്രവാഹവും ഒയോഷ്യോ പ്രവാഹവും ഏതാണ്? ശീതജല പ്രവാഹത്തിന് ഉദാഹരണമായിട്ട് പറയാം. ഓക്കെ, അപ്പൊ കുറേഷ്യോ, അലാസ്കനും ഉത്തര പസഫിക്കും ഉഷ്ണജലം പോയപ്പോൾ ഒയാഷ്യോ, കാലിഫോർണിയ, ഹംബോൾട്ട് ശീതജലത്തിന് ഉത്തരമായിട്ട് പറയാം. അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് പറയാം. വലിപ്പത്തിൽ 2ാം സ്ഥാനത്തുള്ള സമുദ്രം അറ്റ്ലാന്റിക് ആണ്. 1ാം സ്ഥാനത്ത് പസഫിക് ആണെങ്കിൽ 2ാം സ്ഥാനത്ത് ആരാണ്? അറ്റ്ലാന്റിക് സമുദ്രമാണ് അല്ലെ. ടൈറ്റാനിക് ദുരന്തം നടന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. ടൈറ്റാനിക് ദുരന്തമില്ലേ 1912 ഏപ്രിൽ 14 1912 ഏപ്രിൽ 14 നടന്ന ടൈറ്റാനിക് ദുരന്തം നടന്നത് അറ്റ്ലാന്റിക് സമുദ്രം. എസ് ആകൃതിയിൽ ഒഴുകുന്ന സമുദ്രം അറ്റ്ലാന്റിക് ആണ്. ത്രികോണാകൃതി പസഫിക് നിങ്ങൾ പറഞ്ഞപ്പോൾ എസ് ആകൃതിയിൽ ഒഴുകുന്നത് അറ്റ്ലാന്റിക് സമുദ്രമാണ്. ഇവിടെ ബെർമുഡ ട്രയാങ്കിൾ സ്ഥിതി ചെയ്യുന്നത്. അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് ബെർമുഡ ട്രയാങ്കിൾ സ്ഥിതി ചെയ്യുന്നത്. ഓർത്തു വെച്ചിരിക്കണേ. അപ്പൊ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ആകൃതി എന്താണ്? എസ് ആകൃതി. ടൈറ്റാനിക് ദുരന്തം അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. 1912 ടൈറ്റാനിക് ദുരന്തം നടന്നത്. അപ്പം അറ്റ്ലാന്റിക് സമുദ്രം ലോകത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ സമുദ്രമാണ്. ഇവിടുത്തെ ഉഷ്ണജല പ്രവാഹങ്ങൾ 3 ഉണ്ട്. ഗൾഫ് സ്ട്രീം അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. ഉത്തര അറ്റ്ലാന്റിക് പ്രവാഹം അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. ബ്രസീലിയൻ പ്രവാഹം ഇത് ഉഷ്ണജല പ്രവാഹം. ഇനി അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ശീതജല പ്രവാഹം ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ലാബ്രഡോർ പ്രവാഹം, കാനറി പ്രവാഹം, ഫാൽക്ലാൻഡ് പ്രവാഹം, ബെനഗുല പ്രവാഹം. ലാബ്രഡോർ പ്രവാഹം, കാനറി പ്രവാഹം, ഫാൽക്ലാൻഡ് പ്രവാഹം, വെനഗുല പ്രവാഹം. ഇതൊക്കെ ഏതാണ്? അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ശീതജല പ്രവാഹത്തിന് ഉദാഹരണമായിട്ട് നമുക്ക് പറയാം. ഓർത്തു വെച്ചിരിക്കണേ. ഇനി ഇന്ത്യൻ മഹാസമുദ്രം. ലോകത്തിലെ വലിപ്പത്തിൽ 3ാം സ്ഥാനത്ത് ഇന്ത്യൻ മഹാസമുദ്രമാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിന് പണ്ട് കാലത്ത് രത്നാകര എന്നാണ് അറിയപ്പെട്ടിരുന്നത്. രത്നാകര എന്നാണ് നമ്മുടെ അറബിക്കടല്, ബംഗാൾ ഉൾക്കടല് ഇതൊക്കെ ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ്. അറബിക്കടല്, ബംഗാൾ ഉൾക്കടലിലാണ്. അറബിക്കടല്, ബംഗാൾ ഉൾക്കടല് ഇതൊക്കെ ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ്. അതുപോലെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ മഡഗാസ്കർ ദ്വീപ്. മഡഗാസ്കർ എന്ന് കേട്ടിട്ടുണ്ടോ? ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചു 8ാമത്തെ ഭൂഖണ്ഡം എന്ന അപരനാമം ആർക്കാണ്? 8ാമത്തെ കോണ്ടിനെന്റ് എന്നറിയപ്പെടുന്ന വിശേഷണമുള്ളത് മഡഗാസ്കർ ദ്വീപാണ്. അത് ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ്. അപ്പം ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് പവിഴപ്പുറ്റുകൾ കാണപ്പെടുന്നത്. കാരണം ബംഗാൾ ഉൾക്കടൽ, അറബിക്കടൽ ഇവിടെയൊക്കെ ബംഗാൾ ഉൾക്കടലിലൊക്കെ പവിഴപ്പുറ്റുകളാണല്ലോ. പവിഴപ്പുറ്റുകൾക്ക് പ്രസിദ്ധമായ സമുദ്രം ഏതെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ മഹാസമുദ്രമാണ്. അവിടുത്തെ പ്രവാഹങ്ങൾ ഉണ്ടാവും. മൺസൂൺ പ്രവാഹവും അഗുൽഹാസ് പ്രവാഹവും. ഇത് ആവർത്തിച്ചിട്ടുണ്ട് കേട്ടോ. അഗുൽഹാസ് പ്രവാഹം ഇത് രണ്ടും ഉഷ്ണജല പ്രവാഹം ഇന്ത്യൻ മഹാസമുദ്രത്തിലും. പശ്ചിമ ഓസ്ട്രേലിയൻ പ്രവാഹം ശീതജല പ്രവാഹമാണ്. പശ്ചിമ ഓസ്ട്രേലിയൻ പ്രവാഹം ശീതജല പ്രവാഹമാണ്. അടുത്ത റിസർവ് ബാങ്കിനെ കുറിച്ച് പറയാം. ഇന്ത്യയിലെ കേന്ദ്ര ബാങ്ക് എന്ന് വിളിക്കുന്നത് റിസർവ് ബാങ്ക് അല്ലേ? ഇവിടെ റിസർവ് ബാങ്കിന്റെ ഇന്ത്യയിലെ കേന്ദ്ര ബാങ്ക് എന്ന് വിളിക്കുന്നത്. റിസർവ് ബാങ്ക് 1928 ഹിൽട്ടൺ യങ് കമ്മീഷൻ പ്രകാരമാണ് വരുന്നത്. അന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് വൈസ്രോയി ആയ റീഡിംഗ് പ്രഭുവാണ്. റീഡിംഗ് പ്രഭുവിന്റെ കാലത്ത് 1926 ഹിൽട്ടൺ യങ് കമ്മീഷൻ പ്രകാരമാണ് എന്ത് വരുന്നത്? റിസർവ് ബാങ്ക് വരുന്നത്. 26 UPSC
കൊണ്ടുവരുന്നത്? ആണ് 1926 UPSC വരുന്നത്, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അല്ലെ. UPSC രൂപീകരിക്കാൻ കാരണമായ കമ്മീഷൻ ലോർഡ് ലീ കമ്മീഷനാണ്. LEE ലോർഡ് ലീ കമ്മീഷൻ പ്രകാരമാണ് UPSC വരുന്നത്. അതും റീഡിംഗ് പ്രഭുവിന്റെ കാലഘട്ടത്തിലാണ് ഇത് കമ്മീഷൻ കൊണ്ടുവരുന്നത്. അപ്പൊ റിസർവ് ബാങ്ക് വന്ന കമ്മീഷൻ ഹിൽട്ടൺ യങ് കമ്മീഷൻ, UPSC വന്ന കമ്മീഷൻ ഏതാണ്? ലോർഡ് ലീ കമ്മീഷൻ. റീഡിംഗ് പ്രഭുവാണ്. എവിടെ റീഡിംഗ് പ്രഭുവിന് വേറൊരു നല്ലൊരു ചോദ്യം, റീഡിംഗ് പ്രഭുവിന്റെ കാലഘട്ടത്തിലൂടെ ചൗരി ചൗര സംഭവം നടക്കുമ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി ആരെന്ന് ചോദിച്ചിട്ടില്ലേ? ചൗരി ചൗര സംഭവം നടക്കുമ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി ആരാ? റീഡിംഗ് പ്രഭുവാണ്. 1922 ചൗരി ചൗര സംഭവം നടന്നത്. 22 ഫെബ്രുവരി 5-നാണ് ചൗരി ചൗര സംഭവം നടക്കുന്നത്. ചൗരി ചൗര സംഭവത്തിൽ 22 പോലീസുകാർ കൊല്ലപ്പെട്ടു അല്ലെ. ഉത്തർപ്രദേശിലെ ഗോരഖ്പൂരിലാണ് ചൗരി ചൗര സംഭവം നടന്നത്. ഉത്തർപ്രദേശിലെ ഗോരഖ്പൂരിൽ. ഈ ചൗരി ചൗര സംഭവത്തെ തുടർന്നാണ് ഗാന്ധിജി നമ്മുടെ നോൺ കോർപ്പറേഷൻ മൂവ്മെന്റിലെ നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണം എന്ത് എന്ന് ചോദിച്ചാൽ ചൗരി ചൗര സംഭവമാണ്. നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചതിനെ ദേശീയ ദുരന്തം എന്ന് വിളിച്ചത് സുഭാഷ് ചന്ദ്രബോസ്. നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചതിനെ ദേശീയ ദുരന്തം എന്ന് വിളിച്ചത് ആരാടെ? സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഈ നിസ്സഹകരണ പ്രസ്ഥാനത്തെ ഹിമാലയ മണ്ടത്തരം എന്ന് പറഞ്ഞത് ഗാന്ധിജി തന്നെ. ഹിമാലയ മണ്ടത്തരം എന്ന് വിളിച്ചത് ഗാന്ധിജിയും ദേശീയ ദുരന്തം എന്ന് വിളിച്ചത് സുഭാഷ് ചന്ദ്രബോസും ആണ് അല്ലെ. ഗാന്ധിജിയുടെ ആദ്യത്തെ ബഹുജന പ്രക്ഷോഭമാണ് 20-ലെ നിസ്സഹകരണ പ്രസ്ഥാനം. ഗാന്ധിജി ഇന്ത്യയിൽ 3 ബഹുജന പ്രക്ഷോഭമേ നടത്തിയിട്ടുള്ളൂ. ഗാന്ധിജി ഇന്ത്യയിൽ 3 ജനകീയ സമരങ്ങളെ നടത്തിയിട്ടുള്ളൂ. 1 20, 2 30, 3 42. 20, 30, 42. ഗാന്ധിജിയുടെ 3 ജനകീയ സമരങ്ങൾ പറഞ്ഞാടെ. 1 1920-ലെ നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ് നിസ്സഹകരണ പ്രസ്ഥാനം. 2 1930-ലെ നിയമലംഘന പ്രസ്ഥാനം സിവിൽ ഡിസൊബീഡിയൻ മൂവ്മെന്റ്. 3 1942-ലെ ക്വിറ്റ് ഇന്ത്യ സമരം. അപ്പൊ ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ 3 ജനകീയ സമരങ്ങൾ 20-ലെ നിസ്സഹകരണ സമരം, 30-ലെ നിയമലംഘന സമരം സിവിൽ ഡിസൊബീഡിയൻ മൂവ്മെന്റ്, 42-ലെ ക്വിറ്റ് ഇന്ത്യ സമരം. അപ്പം ചൗരി ചൗര സംഭവം നടക്കുമ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി ആരാടെ? റീഡിംഗ് പ്രഭുവാണ്. 26-ലെ ഹിൽട്ടൺ യങ് കമ്മീഷൻ പ്രകാരമാണ് ഇദ്ദേഹം റിസർവ് ബാങ്ക് വരുന്നത്. അങ്ങനെ തൊട്ട് 34 ആയപ്പോൾ റിസർവ് ബാങ്ക് ആക്ട് വന്നടെ. ആക്ട് കണ്ടോ, നിയമം വന്ന വർഷം 34. 35 ഏപ്രിൽ 1-ന് റിസർവ് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചു. റിസർവ് ബാങ്കിന്റെ ആദ്യത്തെ ആസ്ഥാനം എവിടെയായിരുന്നെന്ന് അറിയാമോ? കൊൽക്കത്തയുടെ. റിസർവ് ബാങ്കിന്റെ ആദ്യ ആസ്ഥാനം എവിടെയായിരുന്നടെ? കൊൽക്കത്തയാണ് ആദ്യത്തെ ആസ്ഥാനം. പിന്നെ മുംബൈയിലെ നരിമാൻ പോയിന്റ്. 2 വർഷമൊക്കെ കഴിഞ്ഞ് 37ഓടുകൂടി റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ്? മുംബൈയിലെ നരിമാൻ പോയിന്റ്. SBIയുടെ ആസ്ഥാനം മുംബൈയാണ്. നബാർഡിന്റെ ആസ്ഥാനം മുംബൈയാണ്. സെബിയുടെ ആസ്ഥാനം മുംബൈയാണ്. LICയുടെ ആസ്ഥാനം മുംബൈയാണ് അല്ലെ. LIC, സെബി, SBI, നബാർഡ് ഇതെല്ലാം ആസ്ഥാനം എവിടെയാണ്? മുംബൈയാണ്. അപ്പൊ റിസർവ് ബാങ്ക് നിലവിൽ വന്നത് എന്നാണ്? 35 ഏപ്രിൽ 1-നാണ് റിസർവ് ബാങ്ക് നിലവിൽ വരുന്നത്. ആദ്യ ആസ്ഥാനം കൊൽക്കത്തയായിരുന്നേ. റിസർവ് ബാങ്ക് ദേശസാൽക്കരിച്ച വർഷം 49 ജൂലൈ 1-നാണ്. ജൂലൈ 1 ജനുവരി 1. റിസർവ് ബാങ്ക് ദേശസാൽക്കരിച്ച വർഷം എന്നാണ്? 49 ജനുവരി 1-നാണ് റിസർവ് ബാങ്ക് ദേശസാൽക്കരിച്ചത് കേട്ടോ. അപ്പം റിസർവ് ബാങ്ക് ദേശസാൽക്കരിച്ച വർഷം തെറ്റരുത്. 49 ജനുവരി 1. ജൂലൈ 1 വേറൊന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? 49 ജൂലൈ 1-നല്ലേ ഇവിടെ തിരുക്കൊച്ചി സംയോജനം നടന്നത്. തിരുക്കൊച്ചി സംയോജനം നടന്നത് 49 ജൂലൈ 1-നാണ്. ധനകാര്യ വർഷം ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. സ്ഥാപിത മൂലധനം അന്ന് 5 കോടി രൂപയാണ്. റിസർവ് ബാങ്കിന്റെ ആദ്യത്തെ ഗവർണറുടെ പേര് OA സ്മിത്ത്, ഓസ്ബോൺ അറക്കൽ സ്മിത്ത്. ഓസ്ബോൺ അറക്കൽ സ്മിത്ത് എന്നതാണ്. ഓസ്ബോൺ അറക്കൽ സ്മിത്ത് കേട്ടോ ആദ്യത്തെ ഗവർണർ. രണ്ടാമത്തെ ഗവർണർ ജെയിംസ് ടൈലർ ആണ്. അതുകൊണ്ട് റിസർവ് ബാങ്കിന്റെ ഇന്ത്യക്കാരനായ ആദ്യത്തെ ഗവർണർ ആര് എന്നൊക്കെ ചോദിച്ചാലും നോട്ടിൽ ഒപ്പുവെച്ച, ഇന്ത്യക്കാരനല്ല, നോട്ടിൽ ഒപ്പുവെച്ച ആദ്യത്തെ ഗവർണർ അങ്ങനെ ചോദിക്കാറുള്ളത്. റിസർവ് ബാങ്കിന്റെ നോട്ടിൽ ഒപ്പുവെച്ച ആദ്യത്തെ ഗവർണർ ആരാണ്? ജെയിംസ് ടൈലർ ആണ്. ജെയിംസ് ടൈലർ ആണ്. ഓർത്തു വെച്ചിരിക്കണേ. അതുപോലെ കറൻസി നോട്ടിൽ ഒപ്പുവെച്ച ആദ്യത്തെ ഗവർണർ ജെയിംസ് ടൈലർ. റിസർവ് ബാങ്കിന്റെ ഇന്ത്യക്കാരനായ ഗവർണർ ദാ വരുന്നടെ CD ദേശ്മുഖ്. റിസർവ് ബാങ്കിന്റെ ഇന്ത്യക്കാരനായ ഗവർണർ ആരാടെ? CD ദേശ്മുഖ് ആണ്. ഗവർണർ ആയ ശേഷം പ്രധാനമന്ത്രി ആയത് നമ്മുടെ മൻമോഹൻ സിംഗ്. അങ്ങനെ ഉണ്ട്. നിലവിലെ ഗവർണർ 25-ാമത്തെ വ്യക്തി മാറി. ഇത് നിലവിലെ ഗവർണർ ഇപ്പം ഏതാണ്? നമ്മുടെ സഞ്ജയ് മൽഹോത്ര. 26-ാമത്തെ വ്യക്തി സഞ്ജയ് മൽഹോത്രയാണ് കേട്ടോ. അപ്പൊ 25-ാമത്തെ വ്യക്തി ആരാടെ? 25-ാമത്തത് ശക്തികാന്ത്
ശക്തികാന്ത് ദാസും 26ാമത്തത് ആരാണ്? സഞ്ജയ് മൽഹോത്രയാണ് റിസർവ് ബാങ്കിന്റെ ഇപ്പോഴത്തെ ഗവർണർ. മറന്നു പോരുതേ. റിസർവ് ബാങ്ക് ഗവർണറാകുന്ന ആദ്യത്തെ റിസർവ് ബാങ്ക് ഉദ്യോഗസ്ഥൻ എന്ന് ചോദിച്ചാൽ എം നരസിംഹമാണ്. റിസർവ് ബാങ്ക് ഗവർണറാകുന്ന ആദ്യ റിസർവ് ബാങ്ക് ഉദ്യോഗസ്ഥൻ ആരാണ്? എം നരസിംഹമാണ്. റിസർവ് ബാങ്കിന്റെ ആദ്യത്തെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ, ആദ്യമായിട്ടൊരു ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ സുധാ ബാലകൃഷ്ണനും. ബാങ്ക് ഡെപ്യൂട്ടി ഗവർണറാകുന്ന ആദ്യത്തെ വനിത KJ ഉദേശി. ഏറ്റവും കൂടുതൽ കാലം റിസർവ് ബാങ്ക് ഗവർണർ ബെനഗൽ രാമറാവുവാണ്. റിസർവ് ബാങ്കിന്റെ ചിഹ്നത്തിലെ മൃഗം കടുവയും ചിഹ്നത്തിൽ കാണുന്ന വൃക്ഷം എണ്ണപ്പനയുമാണ്. ഇതൊക്കെ ബേസ് ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ എല്ലാവരും പഠിച്ചിട്ടുണ്ടെന്നറിയാം, അതുകൊണ്ടാണ് ഞാൻ വായിച്ചു വിടുന്നത്. ചിഹ്നത്തിൽ കാണുന്ന മൃഗം കടുവയും റിസർവ് ബാങ്കിന്റെ ചിഹ്നത്തിൽ കാണുന്ന വൃക്ഷം എണ്ണപ്പനയുമാണ്. ഇവരുടെ പ്രധാന ധർമ്മങ്ങൾ: ഒന്ന് നോട്ടച്ചടിച്ചിറക്കൽ, ബാങ്കുകളുടെ ബാങ്ക്, വായ്പാ നിയന്ത്രകൻ, വിദേശ നാണയത്തിന്റെ സൂക്ഷിപ്പുകാരൻ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ബാങ്കായി പ്രവർത്തിക്കുന്നു, പണ സപ്ലൈയുടെ നിയന്ത്രകൻ. ഇതൊക്കെ പ്രധാന ധർമ്മങ്ങളാണ്. ഒന്ന് നോട്ടച്ചടിക്കൽ, ബാങ്കുകളുടെ ബാങ്കായി പ്രവർത്തിക്കുന്നു, വായ്പകളുടെ നിയന്ത്രകനായി അറിയപ്പെടുന്നു, വിദേശ നാണയത്തിന്റെ സൂക്ഷിപ്പുകാരൻ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ബാങ്ക്, പണ സപ്ലൈയുടെ നിയന്ത്രകൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? റിസർവ് ബാങ്ക് ആണ്. നിയമപ്രകാരം ഇന്ത്യയിൽ പരമാവധി അച്ചടിക്കാൻ കഴിയുന്ന കറൻസി നോട്ടിന്റെ മൂല്യം 10,000 രൂപയാണ് കേട്ടോ. 10,000 രൂപ. സാമൂഹ്യ ബോധവൽക്കരണ പ്രചരണ പരിപാടിയുടെ അംബാസിഡർ അമിതാഭ് ബച്ചനാണ് റിസർവ് ബാങ്കിന്റെ. അന്താരാഷ്ട്ര നാണയനിധിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന ബാങ്കും റിസർവ് ബാങ്കാണ് കേട്ടോ. IMF-ൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന ബാങ്ക് ഏതാണ്? റിസർവ് ബാങ്ക്. IMF-ന്റെ ആസ്ഥാനം എവിടെയാണ്? വാഷിംഗ്ടൺ DC. ലോക ബാങ്കിന്റെയും IMF-ന്റെയും ആസ്ഥാനം എവിടെ? വാഷിംഗ്ടൺ DC. ബ്രിട്ടൻ വുഡ് സഹോദരിമാർ എന്ന് വിളിക്കുന്നത് ആരെയാ? ബ്രിട്ടൻ വുഡ് അവിടെ വെച്ചാണ് ഇത് രൂപീകരിക്കുന്നത്. അപ്പം ബ്രിട്ടൻ വുഡ് സഹോദരിമാർ എന്ന് വിളിക്കുന്നത് ലോക ബാങ്കും IMF-ഉം ആണ്. ഇവരുടെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് എവിടെയാണ്? അത് വാഷിംഗ്ടൺ DC ആണ്. തേർഡ് വിൻഡോ എന്ന പദം ലോക ബാങ്കുമായി ബന്ധപ്പെടുന്നതാണ്. ഓർക്കുക. അപ്പൊ IMF-ൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന ബാങ്ക് ഏതാണ്? റിസർവ് ബാങ്ക് ആണ്. റിപ്പോ നിരക്ക് എന്നും പറഞ്ഞൊരെണ്ണമുണ്ട്. റിപ്പോ നിരക്ക് അതായത് രാജ്യത്തെ കേന്ദ്ര ബാങ്ക് ഉണ്ടല്ലോ, നമ്മുടെ റിസർവ് ബാങ്ക്, വാണിജ്യ ബാങ്കുകൾക്ക് വായ്പ നൽകുന്ന നിരക്ക്. വാണിജ്യ ബാങ്കുകൾക്ക് അങ്ങോട്ട് കൊടുക്കുന്ന നിരക്കാണ് ഒരു വായ്പ കൊടുക്കുമല്ലോ, അപ്പോൾ ഒരു നിരക്ക് ഏർപ്പെടുത്തുമല്ലോ, പലിശ ഏർപ്പെടുത്തുമല്ലോ, അല്ലെങ്കിൽ നിശ്ചിത ശതമാനം നിരക്ക്. ഇത് റിപ്പോ റേറ്റ്. അതായത് പണപ്പെരുപ്പ സമയം ഉണ്ടല്ലോ, ഇൻഫ്ലേഷൻ, അപ്പം റിപ്പോ നിരക്ക് വർദ്ധിക്കും. പണച്ചുരുക്ക സമയമുണ്ട്, അപ്പം അത് റിപ്പോ നിരക്ക് കുറയ്ക്കും. റിപ്പോ നിരക്ക് ബാങ്ക് നിരക്കിനേക്കാൾ എപ്പോഴും കുറവായിരിക്കും. ഇത് സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുള്ളതാണ്. അപ്പൊ ഇൻഫ്ലേഷനും ഡിഫ്ലേഷനും. പണപ്പെരുപ്പ സമയത്ത് റിപ്പോ നിരക്ക് വർദ്ധിക്കുന്നു, പണച്ചുരുക്ക സമയത്ത് റിപ്പോ നിരക്ക് കുറയ്ക്കുന്നു. റിപ്പോ നിരക്ക് ബാങ്ക് നിരക്കിനേക്കാൾ കുറവായിരിക്കും എപ്പോഴും. റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? റിവേഴ്സ് റിപ്പോ റേറ്റ് റിസർവ് ബാങ്ക് രാജ്യത്തിനുള്ളിലെ വാണിജ്യ ബാങ്കുകളിൽ നിന്ന് വാങ്ങുന്ന വായ്പകൾക്ക് നൽകുന്ന ഒരു പലിശയാണ്. അപ്പൊ റിസർവ് ബാങ്ക് ഇങ്ങോട്ട് വാങ്ങാറുണ്ട് അവരിൽ നിന്ന്, അപ്പോൾ ഒരു നിശ്ചിത പൈസ പലിശയായിട്ട് കൊടുക്കും. അതുകൊണ്ടാണ് അത് റിവേഴ്സ് റിപ്പോ റേറ്റ്. അത് തിരിച്ചു വരൂടെ. പണപ്പെരുപ്പ സമയത്ത് റിവേഴ്സ് റിപ്പോ നിരക്ക് വർദ്ധിക്കും, പണച്ചുരുക്ക സമയത്ത് റിവേഴ്സ് റിപ്പോ നിരക്ക് കുറയ്ക്കത്തുള്ളൂ. അത് നല്ലൊരു ക്വസ്റ്റ്യൻ. തുറന്ന വിപണി പ്രവർത്തനങ്ങളുണ്ട് റിസർവ് ബാങ്കിന്. അതായത് കേന്ദ്ര ഗവൺമെന്റ് ഓഹരികൾ, കടപ്പത്രങ്ങൾ വിപണിയിൽ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് തുറന്ന വിപണി പ്രവർത്തനങ്ങൾ. കേന്ദ്ര ബാങ്ക് ഗവൺമെന്റ് ഓഹരികൾ, കടപ്പത്രങ്ങൾ വിപണിയിൽ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങളെ തുറന്ന വിപണി പ്രവർത്തനങ്ങൾ എന്ന് വിളിക്കുന്നു. അത് നല്ലൊരു പോർഷനാണ്. ബേസ് ക്വസ്റ്റ്യൻ അതെല്ലാം നോക്കണേ. പ്രധാനപ്പെട്ട കായിക ട്രോഫികൾ നമുക്ക് നോക്കാം. ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടതാണ് രഞ്ജി ട്രോഫി, ദുലീപ് ട്രോഫി, ആഷസ് പരമ്പര അല്ലെ, ആഷസ് പരമ്പര, ഇറാനി ട്രോഫി, ചാമ്പ്യൻസ് ട്രോഫി, CK നായിഡു ട്രോഫി, വിസ്ഡൺ ട്രോഫി, GD ബിർള ട്രോഫി. അപ്പൊ രഞ്ജി ട്രോഫി, ദുലീപ് ട്രോഫി, ആഷസ് പരമ്പര, ഇറാനി ട്രോഫി, ചാമ്പ്യൻസ് ട്രോഫി, CK നായിഡു ട്രോഫി, വിസ്ഡം ട്രോഫി, GD ബിർള ട്രോഫി. ഇതൊക്കെ ഏതാണ്? ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട ട്രോഫികളാണ്. പഠിച്ചിട്ട് പോണേ. ഡിഗ്രി ലെവലിന് പ്രിലിംസിൽ വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ. ഫുട്ബോൾ ഏതൊക്കെയാ? സന്തോഷ് ട്രോഫി, ഡൂറന്റ് കപ്പ്, കോപ്പ അമേരിക്ക കപ്പ്, കോൺഫെഡറേഷൻ കപ്പ്, യൂറോ കപ്പ്, യുഫെ കപ്പ്, റോവേഴ്സ് കപ്പ്, FA കപ്പ്. അപ്പൊ സന്തോഷ് ട്രോഫി, ഡൂറന്റ് കപ്പ്, കോപ്പ അമേരിക്ക കപ്പ്, കോൺഫെഡറേഷൻ കപ്പ്, യൂറോ കപ്പ്, ഉഫെ കപ്പ്, UEFA കപ്പ്, റോവേഴ്സ് കപ്പ്, FA കപ്പ്. റിവിഷൻ നടത്തി വെച്ചിരിക്കണേ. അടുത്ത ഹോക്കിയുടെയും ചോദിക്കും.
അഗാഖാൻ കപ്പ്, രംഗസ്വാമി കപ്പ്, സുൽത്താൻ അസ്ലാം ഷാ കപ്പ്, അഗാഖാൻ കപ്പ്, രംഗസ്വാമി കപ്പ്, സുൽത്താൻ അസ്ലാം ഷാ കപ്പ്, ബെയ്റ്റൻ കപ്പ്, ധ്യാൻചന്ദ് കപ്പ്, മരുഗുപ്പ് ഗോൾഡ് കപ്പ്, ഗുരുനാനാക്ക് കപ്പ്, കുപ്പുസ്വാമി നായിഡു കപ്പ്, ഇന്ദിരാഗാന്ധി ഗോൾഡ് കപ്പ്, ഇതെല്ലാം ഹോക്കിയുമായി ബന്ധപ്പെടുന്നു. ഇന്ത്യയുടെ ദേശീയ വിനോദം എന്നറിയപ്പെടുന്നത് ഹോക്കിയാണല്ലോ, അല്ലെ? ഹോക്കിയാണ്. ലോകകപ്പ് ഹോക്കിയിൽ ആദ്യ വിജയി പാകിസ്ഥാനാണ് കേട്ടോ. തോമസ് കപ്പ്, ഊബർ കപ്പ്, സുധീർമാൻ കപ്പ്, അഗർവാൾ കപ്പ്, ഇത് ആവർത്തിച്ചിട്ടുണ്ട്. ബാഡ്മിന്റൺ, തോമസ് കപ്പ്, ഊബർ കപ്പ്, സുധീർമാൻ കപ്പ്, അഗർവാൾ കപ്പ്, ബാഡ്മിന്റൺ. ഇനി ലോൺ ടെന്നീസ് ഒക്കെ ഡേവിഡ്സ് കപ്പ്, ഹോഫ്മാൻ കപ്പ്, ഫ്രഞ്ച് ഓപ്പൺ, വിംബിൾട്ടൺ, ഓസ്ട്രേലിയൻ, അതൊക്കെ ലോൺ ടെന്നീസ്. പ്രിൻസ് ഓഫ് വെയിൽസ് കപ്പ്, ഇതും കണ്ടിട്ടുണ്ട് പരീക്ഷയ്ക്ക്. ഗോൾഫ്, പ്രിൻസ് ഓഫ് വെയിൽസ് കപ്പ് ഗോൾഫ് ആണ്. ഇസ്ര കപ്പ്, രാധാമോഹൻ കപ്പ്, കിങ്സ് കപ്പ്, വിൻജസ്റ്റൺ കപ്പ്, ഇസ്ര കപ്പ്, രാധാമോഹൻ കപ്പ്, കിങ്സ് കപ്പ്, വിൻജസ്റ്റൺ കപ്പ്, അത് പോളോ കളിയുമായി ബന്ധപ്പെടുന്നതാണ്. ആൾ ഇംഗ്ലീഷ് ചാമ്പ്യൻഷിപ്പ് ആണ് ബാഡ്മിന്റന്റെ ഒരെണ്ണമുണ്ട്. വില്യം ജോൺസ് കപ്പ്, BC ഗുപ്ത ട്രോഫി, SM അർജുന ട്രോഫി, ഇതൊക്കെ ബാസ്കറ്റ് ബോളുമായി ബന്ധപ്പെടുന്നതാണ്. അടുത്ത നോക്കിയ ലോക വിപ്ലവങ്ങൾ, നല്ലൊരു പോർഷനാണ്. അതിലെ എല്ലാം ഒന്നുമില്ല, ഞാൻ ചിലപ്പോൾ നിങ്ങൾക്ക് ചേരുമ്പടി ചേർക്കാനൊക്കെ ചോദിക്കാം. അതുകൊണ്ട് അതൊന്ന് കണക്ട് ചെയ്തങ്ങ് എഴുതിയേക്കാം. ലോകത്ത് ആദ്യമായി രക്തരഹിത വിപ്ലവം നടന്നത് എവിടെയാണ്? ഇംഗ്ലണ്ടിലാണ്, അല്ലെ? രക്തരഹിത വിപ്ലവത്തിന്റെ മറ്റൊരു പേരല്ലേ ഇവിടെ? മഹത്തായ വിപ്ലവം, ഗ്ലോറിയസ് റെവല്യൂഷൻ. മഹത്തായ വിപ്ലവം നടന്നതും ഇംഗ്ലണ്ടിലാണ്. കാർഷിക വിപ്ലവം നടന്നത്, വ്യവസായ വിപ്ലവം നടന്നത് ഒക്കെ ഇംഗ്ലണ്ടിലാണ്. അപ്പൊ കാർഷിക വിപ്ലവം, വ്യവസായ വിപ്ലവം, രക്തരഹിത വിപ്ലവം അഥവാ മഹത്തായ വിപ്ലവം, ഇതൊക്കെ നടന്നത്, വ്യവസായ വിപ്ലവം, കാർഷിക വിപ്ലവം, മഹത്തായ വിപ്ലവം ഒക്കെ നടന്നത് എവിടെയാണ്? ഇംഗ്ലണ്ടിലാണ്. മഹത്തായ വിപ്ലവം നടന്ന വർഷം 1688. 1688. ജെയിംസ് രണ്ടാമനാണ് ആ സമയത്തെ രാജാവ്. മഹത്തായ വിപ്ലവം നടക്കുമ്പോൾ ഇംഗ്ലണ്ടിലെ രാജാവ് ജെയിംസ് രണ്ടാമനാണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം നടന്നത് 1776 ആണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ഏത് വർഷമാണ്? 1776. ബോസ്റ്റൺ ടീ പാർട്ടി ഏത് വർഷം? 1773. ഡിസംബർ 16 ബോസ്റ്റൺ ടീ പാർട്ടി. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടാൻ കാരണം ബോസ്റ്റൺ ടീ പാർട്ടി അല്ലേ? 1773. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതല്ലേ നമ്മുടെ ഫിലാഡൽഫിയയിൽ നടന്ന കോണ്ടിനെന്റൽ കോൺഗ്രസ് സമ്മേളനം. 1774 ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് സമ്മേളനവും 1775 രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് സമ്മേളനവും. രണ്ടും നടന്നത് ഫിലാഡൽഫിയയിലാണ്. ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനത്തിൽ ജോർജിയ പങ്കെടുത്തില്ല. ജോർജിയ എന്ന കോളനി പങ്കെടുത്തില്ല. രണ്ടിൽ എല്ലാ കോളനിക്കാരും പങ്കെടുത്തു കേട്ടോ. എവിടെ വെച്ചാൽ രണ്ടും കോണ്ടിനെന്റൽ കോൺഗ്രസ് സമ്മേളനം നടന്നത്? ഫിലാഡൽഫിയയിൽ. രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസിൽ വെച്ച് നമുക്കൊരു നേതാവിനെ അവർ തെരഞ്ഞെടുത്തു, ജോർജ് വാഷിംഗ്ടൺ. അപ്പൊ രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസിൽ വെച്ചാണ് ജോർജ് വാഷിംഗ്ടനെ തെരഞ്ഞെടുക്കുന്നത്. ഇദ്ദേഹം അമേരിക്കയുടെ പിന്നീട് എന്തായിട്ട് മാറി? ആദ്യത്തെ പ്രസിഡന്റ് ആയിട്ട് മാറി. 1789 അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആയിട്ട് കയറുന്നത് ആരാണ്? ജോർജ് വാഷിംഗ്ടൺ ആണ്. ലോകത്തെ ആദ്യത്തെ ചെറിയ ഭരണഘടനയും ലോകത്ത് ആദ്യമായി ഭരണഘടന എഴുതിയ രാജ്യവും അമേരിക്കയിലെ. അമേരിക്കയുടെ ഭരണഘടനയുടെ പിതാവ് ജെയിംസ് മാഡിസൺ. അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ് ആരാണ്? ജെയിംസ് മാഡിസൺ. അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം 1776 ജൂലൈ 4 കേട്ടോ. തോമസ് ജെഫേഴ്സൺ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ, ഇവരൊക്കെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതിയത്. അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതിയത് തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനുമാണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം അവസാനിപ്പിച്ച ഉടമ്പടിയാണ് പാരീസ് ഉടമ്പടി. 1783 അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം അവസാനിപ്പിച്ച ഉടമ്പടി ഏതാണ്? പാരീസ് ഉടമ്പടി 1783. പിന്നെ അമേരിക്കയാണ് ലോകത്ത് റിപ്പബ്ലിക്കൻ ഭരണരീതിയും ഫെഡറൽ രാഷ്ട്രവും ഫെഡറൽ ഭരണരീതിയൊക്കെ കൊണ്ടുവന്നത് അമേരിക്കക്കാരാണ്. അപ്പൊ അമേരിക്ക ലോകത്തിന് നൽകിയ സംഭാവനയാണ് റിപ്പബ്ലിക്കൻ ഭരണരീതി, ഫെഡറൽ രാഷ്ട്രം ഒക്കെ കൊണ്ടുവന്നത് ലോകത്തിന് കൊടുത്തതാണ്. ഇന്ത്യ കടമെടുത്തത്, പക്ഷേ റിപ്പബ്ലിക് കടമെടുത്തത് ഫ്രാൻസിൽ നിന്നും ഫെഡറൽ കടമെടുത്തത് കാനഡയിൽ നിന്നും, അല്ലെ? റിപ്പബ്ലിക്കൻ ഭരണരീതി ഇന്ത്യ കടമെടുത്തത് ഫ്രാൻസിൽ നിന്നും, ഫെഡറൽ കടമെടുത്തത് എവിടെയാണ്? ഫെഡറൽ കടമെടുത്തത് നമ്മുടെ കാനഡയിൽ നിന്നാണ്. സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, അവശിഷ്ടാധികാരം, ഇതൊക്കെ കാനഡയിൽ നിന്നാണ് കടമെടുത്തത്. സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, അവശിഷ്ടാധികാരം, ഫെഡറൽ രാഷ്ട്രം, ഇതൊക്കെ എവിടെ നിന്നാ? കാനഡയിൽ നിന്നാണ്. ഫ്രഞ്ച് വിപ്ലവം നടന്നത് 1789 നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബൂർബൺ രാജവംശം, വേഴ്സായി കൊട്ടാരം, ബാസ്റ്റൈൽ ജയിലിന്റെ പതനം, ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. അപ്പൊ ബൂർബൺ രാജവംശം, വേഴ്സായി കൊട്ടാരം, ബാസ്റ്റൈൽ ജയിലിന്റെ പതനം, ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ, ഇതൊക്കെ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെടുന്നു. 1789 ചൈനീസ് വിപ്ലവം 1911, അല്ലെ? കറുപ്പ് യുദ്ധം, ബോക്സർ കലാപം ഒക്കെ ചൈനീസ് യുദ്ധത്തിലല്ലേ? റഷ്യൻ വിപ്ലവം 1917 ഫെബ്രുവരി വിപ്ലവം
വിപ്ലവം എന്നും ഒക്ടോബർ വിപ്ലവം എന്നൊക്കെ റഷ്യൻ വിപ്ലവം ഉണ്ട് അല്ലെ. രക്തരൂഷിത ഞായറാഴ്ചയൊക്കെ റഷ്യൻ വിപ്ലവത്തിലാണ്. ഒന്നാം ലോകമഹായുദ്ധം 14 മുതൽ 18 വരെയും രണ്ടാം ലോകമഹായുദ്ധം 1939 മുതൽ 45 വരെ. ഇനി കൊച്ചു നോക്കേ, ഈ ചൈനയിലെ ജനകീയ ചൈന റിപ്പബ്ലിക് ആയത് നമ്മുടെ മാവോ സേ തൂങ്ങിന്റെ നേതൃത്വത്തിലാണ്. അപ്പൊ ജനകീയ ചൈന റിപ്പബ്ലിക് ആയത് മാവോ സേ തൂങ്ങിന്റെ നേതൃത്വത്തിലാണ് 1949 ഒക്ടോബർ 1-നാണ്. അപ്പൊ മാവോ സേ തൂങ്ങിന്റെ നേതൃത്വത്തിൽ ജനകീയ ചൈന റിപ്പബ്ലിക് ആയ വർഷം എന്നാണ് 1949 ഒക്ടോബർ 1-നാണ്. ഓർത്തു വെച്ചിരിക്കണേ. നേരത്തെ ഒരു 49 ജനുവരി 1-ന് റിസർവ് ബാങ്ക് ദേശസാൽക്കരിച്ചത് പഠിച്ചു. 49 ജൂലൈ 1-ന് തിരുക്കൊച്ചി സംയോജനം പഠിച്ചു. ഇപ്പൊ എന്താ കണ്ടോ, 49 ഒക്ടോബർ 1-നാണ് മാവോ സേ തൂങ്ങിന്റെ നേതൃത്വത്തിൽ ജനകീയ ചൈന റിപ്പബ്ലിക് ആയത്. ഈ മാവോ സേ തൂങ് ആണ് ലോങ് മാർച്ച് നടത്തിയത്. ചൈനയിൽ ലോങ് മാർച്ച് നടത്തിയത് മാവോ സേ തൂങ് 34-ലാണ്. ബോക്സർ കലാപം ചൈനയിലല്ലേ, അതിനകത്ത് തന്നെ മാഞ്ചു രാജവംശവും തമ്മിലാണ് ബോക്സർ കലാപം നടന്നത്. 1900 കേട്ടോ, ബോക്സർ കലാപം 1900. കറുപ്പ് യുദ്ധം ചൈനയും ബ്രിട്ടീഷുകാരും തമ്മിൽ നടന്ന കറുപ്പ് യുദ്ധം 2 എണ്ണം നടന്നു. 1839 മുതൽ 42 വരെയും 1856 മുതൽ 60 വരെയും 2 ചൈനീസ്. ആദ്യത്തേതാ കൂടുതലും ചോദിക്കും. കറുപ്പ് യുദ്ധം നടന്നത് 1839 മുതൽ 42, 56 മുതൽ 60 വരെയാണ് കറുപ്പ് യുദ്ധം. രക്തരൂഷിത ഞായറാഴ്ച റഷ്യയിൽ നടന്നിട്ടുണ്ടല്ലേ. ഈ തൊഴിലാളികളെല്ലാം ഒത്തുകൂടുകയും പെട്രോഗാഡോ ആ ഒരു സ്ഥലത്ത് വെച്ച് ഒത്തുകൂടുന്നത് രക്തരൂഷിത ഞായറാഴ്ച 1905 ജനുവരി 9-നാണ് റഷ്യയിൽ. വാട്ടർലൂ യുദ്ധം, അതായത് നെപ്പോളിയൻ പരാജയപ്പെട്ട യുദ്ധമല്ലയുടെ വാട്ടർലൂ യുദ്ധം 1815-ലാണ്. അതായത് ഡൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ, ആർതർ വെല്ലസ്ലി എന്ന് കേട്ടിട്ടില്ലേ? ആർതർ വെല്ലസ്ലി അഥവാ ഡൂക്ക് ഓഫ് വെല്ലിംഗ്ടണും നെപ്പോളിയനും തമ്മിൽ നടന്ന യുദ്ധമാണ് വാട്ടർലൂ യുദ്ധം 1815. ഇതോടുകൂടി നെപ്പോളിയൻ പരാജയപ്പെടുകയും ഇദ്ദേഹത്തെ സെന്റ് ഹെലേന എന്ന ദ്വീപിലേക്ക് നാടുകടത്തുകയും ചെയ്തു. ബോസ്റ്റൺ ടീ പാർട്ടി നമ്മളിപ്പം പഠിച്ചു 73. അമേരിക്കയിൽ ഭരണഘടന വന്നത് 89. ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് പഠിച്ചു 74 ഫിലാഡൽഫിയയിലെ. രണ്ടാം കോണ്ടിനെന്റൽ 75 ഫിലാഡൽഫിയ. പാരീസ് ഉടമ്പടി, എന്താ പാരീസ് ഉടമ്പടി? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം അവസാനിപ്പിച്ച ഉടമ്പടി പാരീസ് ഉടമ്പടി 83. അടുത്തതാ നല്ലൊരു ചോദ്യം, പേൾ ഹാർബർ ആക്രമണം. അതായത് അമേരിക്കയുടെ ഹവായി ദ്വീപ് എന്ന് പറയുന്ന നാവിക കേന്ദ്രം, ഇത് ആരാക്രമിക്കുന്നു? ജപ്പാൻ ആക്രമിക്കുന്നു. അപ്പൊ അമേരിക്കൻ നാവിക കേന്ദ്രമായ ഹവായി ദ്വീപ് ജപ്പാൻ ആക്രമിക്കുമ്പോഴാണ് പേൾ ഹാർബർ ആക്രമണം 1941. ഇതോടുകൂടിയാണ് നമ്മുടെ അമേരിക്ക 2ാം ലോക മഹായുദ്ധത്തിൽ ഇറങ്ങിത്തിരിക്കുന്നത്. അപ്പൊ അമേരിക്ക 2ാം ലോക മഹായുദ്ധത്തിൽ ഇറങ്ങിത്തിരിക്കാൻ കാരണവും പേൾ ഹാർബർ ആക്രമണമാണ്. വർഷം എന്താ? 1941. ഹിരോഷിമയിൽ അണുബോംബ് വീണത് 45 ഓഗസ്റ്റ് 6-നും നാഗസാക്കിയിലാകുമ്പം അത് ഓഗസ്റ്റ് 9-നുമാണ്. ഇനി ആ സൈനിക സഖ്യങ്ങളെയും കൂടെ ഒന്ന് ഓർത്തു വെച്ചത്. 1ാം ലോക മഹായുദ്ധത്തിൽ 2 സൈനിക സഖ്യങ്ങളുണ്ട്, ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദവും. ത്രികക്ഷി സഖ്യം എന്ന് പറയുന്നത് ജർമ്മനി, ഇറ്റലി, ആസ്ട്രിയ, ഹംഗറി ഇവരാ പരാജയപ്പെട്ടത്. ത്രികക്ഷി സഖ്യക്കാർ പരാജയപ്പെട്ടു, ജർമ്മനി, ഇറ്റലി, ആസ്ട്രിയ, ഹംഗറി. ത്രികക്ഷി സൗഹാർദ്ദമാണ് ജയിച്ചത്, ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ വരും. അടുത്ത 2ാം ലോക മഹായുദ്ധത്തിൽ അച്ചുതണ്ട് സഖ്യവും സഖ്യശക്തികളും. അച്ചുതണ്ട് സഖ്യവും ശക്തിശക്തികളും. അച്ചുതണ്ട് സഖ്യം തോറ്റുപോയി, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. ജർമ്മനി ഒരു പറയാൻ തന്നെ ഒരു ഫ്ലോ ഉണ്ട് അല്ലെ, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. സഖ്യശക്തികൾ ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ചൈന കയറി വരും. അവിടെ റഷ്യ മാറിയിട്ട് ഇവിടെ ചൈന വരും. 2ാം ലോക മഹായുദ്ധത്തിൽ ഇവരാണ് ജയിച്ചത്. സഖ്യശക്തികളാണ് 2ാം ലോക മഹായുദ്ധത്തിൽ ജയിച്ചത് എന്ന് പറയുന്നത്. റഷ്യൻ വിപ്ലവത്തിൽ 2 വിഭാഗക്കാരുണ്ട്, ബോൾഷെവിക്കുകളും മെൻഷെവിക്കുകളും എന്ന് പറഞ്ഞ്. അതായത് ഒക്ടോബർ വിപ്ലവം നടത്തിയത് ഇവരാണ് വിജയിച്ചത്. റഷ്യൻ വിപ്ലവത്തിൽ ഒക്ടോബർ വിപ്ലവം നടത്തിയത് ബോൾഷെവിക്കുകളാണ്. ലെനിനും ട്രോട്സ്കിയുമാണ് ബോൾഷെവിക്കിന്റെ നേതാക്കൾ. അപ്പൊ ഒക്ടോബർ വിപ്ലവത്തിന്റെ നേതാക്കൾ ലെനിനും ട്രോട്സ്കിയും. ഇനി മെൻഷെവിക്കുകൾ എന്ന് പറയുന്നത് ഫെബ്രുവരി വിപ്ലവവുമായി ബന്ധപ്പെടുന്നു. അതിന്റെ നേതാവ് അലക്സാണ്ടർ കെരൻസ്കിയാണ്. അതൊന്ന് ഓർത്തു വെച്ചിരിക്കണേ. അപ്പം ഇതെത്രയാണ്. ഇന്ന് വായൊന്നും വയ്യ, കവിള് വേദന കാരണം ഒട്ടും വയ്യ. ചിലവർക്ക് മനസ്സിലായി കാണുമെന്നറിയാം. ഞാൻ അധികം സ്ട്രെയിൻ എടുക്കാതെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരാഴ്ചയായിട്ട് കവിള് വേദന കാരണം ഒട്ടും വയ്യാത്തത് കൊണ്ടായിരുന്നു. എന്നാലും കുറേ നല്ല കാര്യങ്ങൾ, നല്ല പോർഷൻസ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ ബേസ് കിട്ടും നിങ്ങൾക്ക്. എപ്പോഴെങ്കിലും ഫ്രീ കിട്ടുന്ന, എൻ്റെ പോർഷനായിട്ടിരുന്ന് പഠിക്കേണ്ട, നിങ്ങൾക്ക് എപ്പോഴാണോ ഫ്രീ, യാത്രകൾ ചെയ്യുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ അടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയത്ത് എവിടെയെങ്കിലും ചാരി വെച്ചൊന്ന് കേട്ടോണ്ടിരിക്കണേ. ഒരു റിവിഷൻ സെക്ഷൻ ആവുമല്ലോ. ഒത്തിരി സമയമൊന്നും എടുക്കത്തില്ല. ഞാൻ ഒരു അരമണിക്കൂർ
മണിക്കൂർ എങ്ങാനും ആയിരിക്കും എടുത്തത്. എന്നാലും അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടും എന്ന് തന്നെ. ഇതിനകത്ത് കൊച്ചു കൊച്ചു കണക്റ്റഡ് ഫാക്ട്സും കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി എന്തായാലും പരീക്ഷ അടുക്കുന്നതിന് മുമ്പ് ഒരു 10, 100 എണ്ണം തരണമെന്നാണ് ആഗ്രഹം. അതിൽ നിന്ന് ഒരു 10 ചോദ്യമെങ്കിലും വന്നാൽ നമുക്കും അത്രയും സന്തോഷം. എന്നും പ്രാർത്ഥിച്ചുകൊണ്ടാണ് തരുന്നത്. ഇതിൽ നിന്ന് ഒരു 10 ചോദ്യമെങ്കിലും ചോദിക്കണേ. കാരണം ബേസ് അറിയാതെ എല്ലാവരും ഡീപ്പായിട്ട് വായിക്കുന്നവരാ കൂടുതലും. ഈ ഡിഗ്രി ലെവലിന് പഠിക്കുന്നവരുടെ ഒരു പ്രത്യേകത ബേസ് അറിയത്തില്ല. പക്ഷെ എല്ലാം അങ്ങ് പഠിച്ചോളൂ അവര്. പക്ഷെ ഒരു ഏറ്റവും കൂടുതൽ ബേസ് ചിലപ്പം കയറി ചോദിച്ചാൽ അതിൽ നിന്ന് മാർക്ക് പോകരുത് എന്ന പ്രതീക്ഷയോടുകൂടിയാണ് ഞാൻ ഒരു റിവിഷൻ കൊണ്ടുവരുന്നത്. ഒത്തിരി സന്തോഷമുണ്ട്. നല്ലൊരു റിവിഷൻ ക്ലാസ്സുമായിട്ട് വീണ്ടും വരാം. നല്ല രീതിയിൽ പോയിരുന്ന് പഠിക്കുക. വാശിയോടുകൂടി മുന്നോട്ട് പോട്ടെ. എത്രയും പെട്ടെന്ന് ജോലി കിട്ടട്ടെ. ഓക്കെ, നന്ദി, നമസ്കാരം.